മിഥുൻ, നിനക്ക് ഞാൻ അന്യഭാഷാപരവും പ്രവചനപരവും ആത്മാക്കളുടെ വിവേചനപരവും രോഗശാന്തിപരവും നൽകുന്നു. നീ പോയി ഇതുകൊണ്ട് ദൈവവേല ചെയ്യുക. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. ശരിക്കും ഇത് ഇങ്ങനെ തന്നെ ആണോ? പാസ്റ്റർ പറഞ്ഞ് എനിക്ക് വരങ്ങളെല്ലാം ലഭിച്ചു. ഇതിന്റെ ഉത്തരം ഞാനിനി എവിടെ നോക്കും? ബൈബിൾ. ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഇത് മറ്റൊരു വിഷയമൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിലൂടെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ പറ്റിയാണ്. അതെ, പരിശുദ്ധാത്മാ വരങ്ങളെ കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ലോകത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഈ ഒരു പഠനം തുടരുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം പ്രാർത്ഥനയോടുകൂടി. ഇന്ന് പലരും പറയുന്നു അവർക്ക് പരിശുദ്ധാത്മാവ് വരങ്ങളെ ലഭിക്കുന്നു, അന്യഭാഷകൾ ലഭിക്കുന്നു, പ്രവചന വരങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ പല ചോദ്യങ്ങളും അവർ പറയുമ്പോൾ പല ചിന്തകളും നമുക്ക് ഉണ്ട്. അത് ബൈബിളിൽ നിന്നും നമുക്ക് പരിശോധിക്കാം. കുറെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ കുറെ ബൈബിളിൽ നിന്നും പരിശോധിക്കാം. അതെ, ബൈബിളിൽ ഈ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ദൈവം നിരത്തിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാ വരങ്ങൾ 9 ഉണ്ട്. ജ്ഞാനത്തിന്റെ വചനം, അതെ, ഇംഗ്ലീഷിൽ അതിന് വേർഡ് ഓഫ് വിസ്ഡം എന്നാണ് പറയുന്നത്. പരിജ്ഞാനത്തിന്റെ വചനം, വേർഡ് ഓഫ് നോളജ്. രോഗശാന്തികൾക്കുള്ള വരം, അതായത് ഹീലിംഗ്. വീരപ്രവൃത്തികൾക്കുള്ള വരം, അതായത് എഫക്റ്റിംഗ് ഓഫ് മിറക്കിൾസ്. വിശ്വാസം, ഫെയ്ത്ത്. പ്രവചന വരം, പ്രോഫസി. ഭാഷകളുടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. പലവിധ ഭാഷകൾ, വേരിയസ് കൈൻഡ്സ് ഓഫ് ടങ്സ്. ആത്മാക്കളുടെ വിവേചനം, ഡിസ്റ്റിംഗ്വിഷിംഗ് ഓഫ് സ്പിരിറ്റ്സ്. ഇതെല്ലാം എന്തിനാണ് അവർക്ക് നൽകിയത്? ഇതെല്ലാം സഭയ്ക്ക് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നൽകിയതെന്ന് 1 കൊരിന്ത്യർ 12-ലും 13-ലും 14-ലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 കൊരിന്ത്യർ 12-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതെ, എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. അതിനെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിലെ പ്രകാശനം എന്നുള്ള വാക്കിന് മാനിഫെസ്റ്റേഷൻ, അതായത് പുറമെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആത്മാവിന്റെ വരം പുറമെ കാണാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വരമായാലും ഹീലിംഗ് ആയാലും മിറാക്കിൾസ് ആയാലും അന്യഭാഷകളിൽ സംസാരിക്കുന്നതായാലും പ്രവചന വരങ്ങളായാലും ഇതെല്ലാം ആത്മാവിന്റെ വരങ്ങളാണെന്ന്, മാനിഫെസ്റ്റേഷൻ പ്രകാശനമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ. അവർക്ക് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പോ സിൽവാനസ് പറഞ്ഞതുപോലെ പ്രവചിക്കുന്നത് കാണാൻ പറ്റും, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കാണാൻ പറ്റും, അത് വ്യാഖ്യാനിക്കുന്നത് കാണാൻ പറ്റും. അപ്പോ ഈ വരങ്ങളെല്ലാം അവർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതെ, കാണുവാനും പറ്റും, കേൾക്കുവാനും പറ്റും. ഈ ഒരു വരങ്ങളെല്ലാം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് ബൈബിളിൽ നിന്നല്ലേ ഉത്തരം കണ്ടെത്തേണ്ടത്. അതെ, അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നതിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വരം കിട്ടി, നീയും ഇങ്ങനെ ചെയ്തു നോക്കാൻ പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഉടനെ പോയി വിശ്വസിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇപ്പോ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ തീരുമാനപ്രകാരമാണോ അവർക്കായൊരു വരം ലഭിക്കുന്നത്? ഇതിനുള്ള ഉത്തരം 1 കൊരിന്ത്യർ 12-ന്റെ 11-ാമത്തെ വാക്യം കൂടി വായിക്കാം. അതെ, എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവനു അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അതെ, അപ്പോ ഓരോ വ്യക്തികൾക്കും വരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരമാണ് അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഓരോ വരങ്ങളും ഓരോ വ്യക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അന്യഭാഷ വരം മതി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എനിക്ക് പ്രവചന വരം മതി, എനിക്കും അതൊന്നും വേണ്ട, എനിക്ക് ഹീലിംഗ് മതി, എനിക്ക് രോഗശാന്തി വരം മതി. അങ്ങനെ ആർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഓരോ വരങ്ങളും ഓരോ വ്യക്തികൾക്കും ലഭിച്ചിരുന്നത്. പക്ഷെ 1 കൊരിന്ത്യരിൽ വ്യക്തമല്ല പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഈ വരങ്ങളെ കൊടുത്തിരുന്നതെന്ന്. എന്തൊക്കെ വരങ്ങളുണ്ടെന്ന് അവിടെ വ്യക്തമാണ്, അല്ലെ? അതെ, പരിശുദ്ധാത്മാവാണ് ഈ വരങ്ങളെ കൊടുത്തുന്നു എന്നുള്ള വ്യക്തമാണ്. പക്ഷെ ഏത് വിധേനയാണ് കൊടുത്തതെന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കുറച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ചിന്തിക്കാനുണ്ട്, തിമോത്തിയോസിൽ നിന്ന് ചിന്തിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ എടുക്കാനായിട്ടാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ ഒരു പഠനത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ 10:35 പറഞ്ഞിട്ടുണ്ട്,
സ്ക്രിപ്ചർ കനോട്ട് ബി ബ്രോക്കൺ, അതായത് തിരുവഴുത്തുകൾക്ക് നീക്കം വന്നുകൂടാ. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ട് പരിശുദ്ധാത്മാവല്ലേ മുഴുവനും എഴുതിയത്. ഈ എബ്രായർ 13:3 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അതെ, യേശുക്രിസ്തു ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഞങ്ങള് മുമ്പേ ഇട്ട വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിന്റെയും എഴുത്തുകാരൻ. അത് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. അപ്പൊ പുതിയ നിയമത്തിൽ വ്യക്തമല്ലേ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഈ വരങ്ങളെ കൊടുത്തതെന്ന്? പുതിയ നിയമത്തില് ഇത് വ്യക്തമാണ്. നമ്മളിപ്പോ ഒരു വാക്യം മാത്രം എടുക്കലല്ല, ബൈബിൾ എല്ലാ വാക്യങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. അതെ, യോഹന്നാൻ 10:35 പറഞ്ഞു, സ്ക്രിപ്ചർ കനോട്ട് ബി ബ്രോക്കൺ. അതായത് പരസ്പര വിരുദ്ധമായിട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചു, മറ്റൊരു സ്ഥലത്ത് അവൻ ഇഷ്ടം പോലെ വേറൊരു രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഫുൾ എന്തായിരിക്കും? കൺഫ്യൂഷൻ ആയിരിക്കൂലേ? കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ കൊരിന്ത്യരിൽ എന്താണ് പറയുന്നത്? കൺഫ്യൂഷന്റെ ദൈവമല്ല, പക്ഷേ സമാധാനത്തിന്റെയും ക്രമത്തിന്റെയും ദൈവമാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആക്കി തരാം. ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ശമര്യരുടെ എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഈ വരങ്ങളെ നൽകിയിരുന്നതെന്ന് ബൈബിളിലൂടെ നമുക്ക് കണ്ടെത്താം. ശമര്യരുടെ എക്സാമ്പിൾ, അതായത് ശൗല് അറിയാലോ, പൗലോസായി മാറിയ ശൗല്, പിന്നീട് പൗലോസായി അപ്പോസ്തലനായി മാറിയ ശൗല്. ആ ശൗലിന്റെ കീഴിൽ വളരെ പീഡാനുഭവങ്ങൾ സഭയ്ക്ക് 1-ാം നൂറ്റാണ്ടിൽ നേരിട്ടു. പക്ഷെ 8-ാം അധ്യായത്തിന്റെ 1 വായിക്കുമ്പോൾ കാണാം, അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും പലയിടങ്ങളിലായിട്ട് ചെതറിപ്പോയി ആ ഒരു ഉപദ്രവ കാലഘട്ടത്തിൽ. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു സുവിശേഷകൻ, അപ്പോസ്തലനല്ല സുവിശേഷകൻ, കാരണം അപ്പോസ്തലന്മാരൊക്കെ എവിടെയായിരുന്നു? അവിടെ പറയുന്നുണ്ട് യെരുശലേമിൽ. അതെ, അപ്പോസ്തല പ്രവൃത്തി 8:1 മുതൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലന്മാരെല്ലാം യെരുശലേമിൽ തന്നെ നിന്നു. പക്ഷെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു സുവിശേഷകൻ ശമര്യ ദേശത്തേക്ക് പോയി, അവിടെ പോയി സുവിശേഷം അറിയിച്ചു. ശമര്യർ സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. ഫിലിപ്പോസിലൂടെ നടന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടു, അവര് വിശ്വസിച്ചു, ദൈവത്തിന്റെ സുവിശേഷം അനുസരിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 19 വരെ. നിങ്ങൾക്കും ബൈബിളിൽ ഇത് പരിശോധിക്കാം. കേൾക്കുന്നവർ മാത്രമാകണ്ട, പരിശോധിക്കുന്നവരും കൂടിയാകാം. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 19 വരെ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു പത്രോസിനെയും യോഹനാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്നു അവർക്കു പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനു അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. നമുക്കൊരു കാര്യം ഇവിടെ പോസ് ചെയ്തിട്ട് ചിന്തിക്കാം. ഇവർ ഓൾറെഡി സ്നാനമേറ്റവരായിരുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എവിടെ നടക്കണം? അപ്പോസ്തല പ്രവൃത്തി 10-ലും പിന്നെ എത്യോപ്യക്കാരനായ ഷണ്ണൻ ഇതാ വെള്ളം, ഇനി സ്നാനം വെളുക്കുന്ന ഇതിൽ എന്ത് വിരോധം? അതെ, വെള്ളത്തിലാണ്. ഈ കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. കഴിഞ്ഞ വീഡിയോ, അതായത് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലും വ്യക്തമാണ്. നിങ്ങൾക്ക് ബൈബിളിലൂടെ പരിശോധിക്കാം. വെള്ളത്തിലാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം നടക്കുന്നത്. അപ്പൊ 12-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം 8:12 അപ്പോസ്തല പ്രവൃത്തി. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഇവിടെ വേറൊരു വിഷയം കൂടി പൊങ്ങി വരുന്നുണ്ട്. കുട്ടികളെയൊക്കെ പിടിച്ച് സ്നാനമേൽക്കുന്നവരെ കാണാൻ പറ്റും. ശമര്യയിൽ കുട്ടികളില്ലായിരുന്നോ? ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെ പുരുഷന്മാരും സ്ത്രീകളും മാത്രമാണ് സ്നാനമേറ്റത്. കാരണം അവരാണ് മെച്യൂർ. അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇത് പറയാൻ തോന്നി. ശീമോൻ താനും അവിടെ ഉണ്ടായിരുന്ന ഒരു ആഭിചാര പ്രവർത്തകനായിരുന്നു ശീമോൻ. വളരെയധികം കാലം ശമര്യരെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരാളാണ്. പക്ഷെ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചത് വിശ്വസിച്ച ശീമോനും സ്നാനമേറ്റു എന്നവിടെ കാണാം. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിച്ചത് 14 മുതൽ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം. ആദ്യമായിട്ടാണ് യഹൂദന്മാരൊഴികെ, ശമര്യരും യഹൂദന്മാരും വ്യത്യാസമല്ലേ? വ്യത്യാസമാണ്. അതെ, ശമര്യ സ്ത്രീയുടെ അടുത്ത് വന്ന് യേശുക്രിസ്തു സംസാരിച്ചപ്പോ ശമര്യ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. നീ ഒരു യഹൂദനായിരിക്കെ ഒരു ശമര്യക്കാരോട് സംസാരിക്കുന്നത് എന്താണെന്നാണ് അവൾ ചോദിച്ചത്. കാരണം ശമര്യരും യഹൂദന്മാരും തമ്മിൽ സമ്പർക്കമില്ലാന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. അവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ശമര്യരിലേക്ക്
ഒരാൾ പോയി സുവിശേഷം അറിയിക്കുന്നത്, അത് ഫിലിപ്പോസ്. അവർ വിശ്വസിച്ചു, സ്നാനമേറ്റെന്ന് കണ്ടു. പക്ഷെ അപ്പോസ്തലന്മാർ, യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. എന്തിനു വേണ്ടിയായിരിക്കും അയച്ചതെന്ന് താഴത്തോട്ട് എഴുതിയിട്ടുണ്ട്. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കാണാം. കാരണം അപ്പോസ്തലപ്രവൃത്തി 2:38 എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അവരോട് പറയുന്നുണ്ട്, ഓരോരുത്തർ മനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് സ്നാനത്തിലാ ലഭിക്കുന്നു എന്നുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് പോയി പരിശോധിച്ച് നോക്കുക പ്ലീസ്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നതാണ്. ശമര്യരുടെ അടുത്തേക്ക് വന്ന അപ്പോസ്തലന്മാർ, അതായത് യോഹന്നാനും പത്രോസും കടന്നു വന്ന് 17-ാം വാക്യത്തിൽ 8:17 അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ. അവർ ഓൾറെഡി സ്നാനമേറ്റവരല്ലേ, അപ്പൊ അവർക്ക് എന്താ പരിശുദ്ധാത്മാവിനെ കൈവപ്പിലൂടെ കൊടുക്കുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തത് കൊണ്ടല്ലേ ഇവർ കൈവച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടി വന്നതെന്നും പലർക്കും ഡൗട്ട് ഉദിക്കാം. പക്ഷെ അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ അത് നമുക്ക് പിന്നീട് വായിക്കാം. എങ്കിലും നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റുന്ന രീതി ഇതാണ്. ആദ്യം വായിച്ച വാക്യം ഓർമ്മയില്ലേ? തിരുവഴുത്തുകൾക്ക് നീക്കം വന്നുകൂടാ, അതായത് സ്ക്രിപ്ചർ കനോട്ട് ബി ബ്രോക്കൺ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും പരസ്പര വിരുദ്ധമായിരിക്കില്ല ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ, ശമര്യർ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് സ്നാനമേറ്റവരാണ്. ഓൾറെഡി സുവിശേഷം അനുസരിച്ച് സ്നാനമേറ്റവരാണ്. അവർക്ക് ആരെ ലഭിച്ചിട്ടുണ്ട്? ഓൾറെഡി ക്രിസ്തുവിന്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട്. അതായത് വചനപ്രകാരം അങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 5:32 അത് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ കാണാം, അപ്പൊ ഇത് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, അല്ലെ? അല്ല. കാരണം അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നാനത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്ന ഒരാൾക്ക് എന്തായാലും ലഭിച്ച് ദൈവം തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. അപ്പൊ ഇവിടെ നടന്നത് പരിശുദ്ധാത്മ സ്നാനമായിരിക്കും? അല്ല, പരിശുദ്ധാത്മാ സ്നാനം 2 പ്രാവശ്യമാണ് നടന്നെന്നുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാ സ്നാനത്തിൽ 3 അടയാളങ്ങൾ ഉണ്ടായി. കൊടിയ കാറ്റടിക്കുന്ന പോലത്തെ ശബ്ദം, അഗ്നിജ്വാലകൾ പിളരുന്ന നാവുകൾ, അന്യഭാഷകളിൽ സംസാരം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതെ. അപ്പൊ നിങ്ങൾക്ക് പോയി അത് കഴിഞ്ഞ 2 വീഡിയോസും നിങ്ങൾക്ക് പോയി ഒന്ന് പരിശോധിച്ച് നോക്കുക. പരിശുദ്ധാത്മ സ്നാനവും അല്ല ഇത്. പരിശുദ്ധാത്മ സ്നാനം ആകെ 2 പ്രാവശ്യം ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ. അതും ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ല കൈവപ്പിനാൽ ലഭിച്ചത്, പിന്നെ പരിശുദ്ധാത്മ സ്നാനവും അല്ല. പരിശുദ്ധാത്മ സ്നാനം യേശുവിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഇവിടെ അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും കടന്നു വന്ന് കൈവച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ ഒരു സംഭവം ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് കണ്ടുപിടിക്കാൻ വേറൊരു വാക്യം കൂടി വായിക്കാനുള്ളത് അപ്പോസ്തലപ്രവൃത്തി 8:15-16 കൂടി നോക്കാനാണെങ്കിൽ, അവർ ചെന്ന്, അതായത് അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും, അവിടെ എഴുതിയേക്കണത് ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, 8:16 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 8:16 വാക്യത്തിൽ പറയുന്നതാണ്, ഫോർ ഹി എന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ പലരും ഒരു ശക്തിയായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിട്ട് വചനം കാണിക്കുന്നത് അവനൊരു വ്യക്തിയാണ്. ഫോർ ഹി ഹാഡ് നോട്ട് യെറ്റ് ഫോളൻ അപ്പോൺ ദം, അതായത് വീണിരുന്നില്ല അവരുടെ ആരുടെ മേലും വീണിരുന്നില്ല. അവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫോളൻ എന്ന് പറയുമ്പോ ഇൻഡ്വെല്ലിംഗ് അല്ല, അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇൻഡ്വെല്ലിംഗ്, അധിവസിക്കുക. അത് സ്നാനത്തിൽ ലഭിക്കുന്നു. അതായത് ആ ഒരു ദാനം, പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനത്തിൽ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അത് പറയുന്നതിന് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് ക്ഷമിക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് അവരുടെ മേലെന്നാണ്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ്. അപ്പൊ എന്താണ് അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ ഇവർക്ക് ലഭിച്ച കാര്യം എന്ന് നമുക്ക് കണ്ടെത്താം. എന്തായിരിക്കും ഇത് എന്താണെന്നുള്ളത് നമ്മൾ തുടർന്നുള്ള വചനവാക്യങ്ങൾ വായിച്ചേ പറ്റൂ. ആദ്യം നമ്മൾ ഒരു കാര്യം കണ്ടതാണ്, 1 കൊരിന്ത്യർ 12:7 ആത്മാവിന്റെ പ്രകാശനം, അല്ലെ? പ്രകാശനം എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ, കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നോ, അല്ലെ? ഈ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്ഭുതങ്ങൾ ചെയ്യാനും അടയാളങ്ങൾ ചെയ്യാനും വീര്യപ്രവൃത്തികൾ ചെയ്യാൻ, ഹീലിംഗ്, അതായത് രോഗശാന്തി, അന്യഭാഷകൾ, പ്രവചനവരം, ഇതെല്ലാം കാണാനും കേൾക്കാനും പറ്റുന്നതായിരുന്നു.
അപ്പൊ നമുക്ക് താഴത്തോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും 18-19 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8-ന്റെ 17, 18, 19 വാക്യങ്ങൾ. അവരുടെ മേൽ കൈവച്ചു. 18-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ, അവിടെ ഉണ്ടായിരുന്ന ശീമോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ചാപ്റ്റർ മുഴുവനും വായിച്ചു നോക്കുക. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ. കാണാൻ പറ്റി. അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആർക്കെങ്കിലും കാണാൻ പറ്റും? ആർക്കും കാണാൻ കഴിയില്ല. അപ്പോ വിശ്വാസത്താൽ മാത്രം. അതെ. ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം അനുസരിച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. എനിക്ക് അത് വിശ്വാസം കൊണ്ട് ഉറപ്പുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്ക് വചനപ്രകാരം തെളിയിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷേ അതെങ്ങനെ മനസ്സിലാക്കും? വചനപ്രകാരം ഒരു വ്യക്തി അത് ചെയ്തത് ശരിയാണോ? അതെ, ഞാൻ വചനപ്രകാരം 100% അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. എനിക്ക് പാപമോചനം ലഭിച്ചു, അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പക്ഷെ ശീമോൻ ഇവിടെ കണ്ടത് അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കാണാൻ പറ്റി. അതെങ്ങനെ കണ്ടു? അതാണ് ആത്മാവിന്റെ പ്രകാശനം, ഹോളി സ്പിരിറ്റ്. അതായത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റ്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ആ ഒരു പ്രകാശനം, പുറമെ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ. അത് കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. അപ്പോ അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ ഇവർക്ക് ലഭിച്ചത് എന്തായിരിക്കും? അപ്പോ വരങ്ങളാണ്. അത് ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് കുറച്ചും കൂടി വാക്യങ്ങളെ പരിശോധിക്കാം. അടുത്ത നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 6-5 അവിടെ നമുക്ക് കാണാം, പിന്നോട്ടുള്ള ഓരോ വാക്യങ്ങളിലും ആരുടെ മേലും അപ്പോസ്തലന്മാര് കൈവെക്കുന്നില്ല. അതെ, 6-ാം അധ്യായം വരെ ആരുടെ മേലും അപ്പോസ്തലന്മാര് കൈവച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ആ ഒരു പിന്നിലുള്ള വാക്യങ്ങളിലെല്ലാം അപ്പോസ്തലന്മാര് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് കാണാം. ആ വാക്യം എനിക്കറിയാം, 5-ന്റെ 12-ാം അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പൊ അവിടം വരെ 5-ാം അധ്യായം വരെ അപ്പോസ്തലന്മാരുടെ കയ്യാൽ മാത്രമാണ് ജനത്തിന്റെ ഇടയിൽ, അപ്പോസ്തലന്മാർക്ക് മാത്രമേ ആ ഒരു അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ 6-ാം അധ്യായം തുടങ്ങി ഇപ്പൊ പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ മുന്നിലുള്ള അധ്യായങ്ങളിലെല്ലാം ഞങ്ങളിപ്പം പറഞ്ഞില്ലേ, അപ്പോസ്തലന്മാരെ കയ്യാലാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ അവരെ പ്രത്യേക വേലക്കായി കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ഒരു 7 പേരെ. 6-ന്റെ 5 വായിക്കുമ്പോൾ ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗരോസ്, നിക്കനോർ, തീമോൻ, പെർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ പ്രത്യേക വേലക്കായിട്ട് തെരഞ്ഞെടുത്ത 7 പേരാണിത്. 6-ാം വാക്യത്തിൽ കാണാം, അപ്പോസ്തലന്മാരുടെ മുൻപാകെ അവരെ നിർത്തി, അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ഇത് തന്നെയല്ലേ ശമര്യരുടെ അടുത്ത് പോയും പത്രോസും യോഹന്നാനും ചെയ്തത്? പ്രാർത്ഥിച്ചു, കൈവച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണോ, അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണോ ഇവരുടെ മേൽ കൈവച്ചത്? അല്ല. ഇതിന് മുൻപുള്ള വാക്യത്തിൽ 3 മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. അപ്പൊ ഓൾറെഡി ആത്മാവ് ഉള്ളവരാണ്, പരിശുദ്ധാത്മാവ് ഉള്ളവരെയാണ് തെരഞ്ഞെടുത്തത്. പിന്നെ 5-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉറപ്പ് വരുത്തി തരാം. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ. അപ്പൊ പരിശുദ്ധാത്മാവിനെ അതായത് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണോ അപ്പോസ്തലന്മാരിവിടെ കൈവച്ചത്? അല്ലെന്ന് വ്യക്തമാണ്. 7-ാം വാക്യത്തിൽ കാണാം, ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. 8-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോസ്തലന്മാർ കൈവെക്കുന്നതിന് മുമ്പ് സ്തെഫാനോസിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു? ഞങ്ങളിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ, അപ്പോസ്തലന്മാരുടെ കയ്യാലാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നത്. പക്ഷേ ഇപ്പൊ എന്താണ് പറയുന്നത്? സ്തെഫാനോസിന്റെ കയ്യാണ്. അതെ, ഇത് കഴിഞ്ഞ് 2 അധ്യായം കഴിയുമ്പോഴാണ് 8-ാം അധ്യായത്തിൽ ഈ 7 പേരുടെ കൂട്ടത്തിലുണ്ടായ ഫിലിപ്പോസ് ശമര്യരുടെ അടുത്ത് പോകുന്നു. അവിടെയും കാണാൻ പറ്റും 5-ാം വാക്യം, 8-ന്റെ 5 മുതൽ 6 വരെ.
ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും, അപ്പൊ മാനിഫെസ്റ്റേഷൻസ്, പ്രകാശനം, കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, അപ്പോസ്തലന്മാര് കൈവെക്കാതെ ഫിലിപ്പോസിന് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സ്റ്റേഫാനോസിന് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ, അപ്പോസ്തലന്മാര് കൈവച്ചതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? 13. അതായത് 12 യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരും, പിന്നെ അതുപോലെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, ജാതികളിലേക്ക് യേശു പ്രത്യേകമായിട്ട് യേശുവിന്റെ അപ്പോസ്തലൻ തന്നെയാണ് ആരും? പൗലോസ്. ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ രണ്ടും നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഫിലിപ്പോസിന്റെ കൈയാലും വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടന്നു. അവര് ഇത് കണ്ടപ്പോ ഫിലിപ്പോസ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 2:38 അവരും അന്ന് 3000 പേര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അവർക്ക് അയസ്നാനത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിച്ചു. അന്ന് അവിടെ അപ്പോസ്തലന്മാര് അവരുടെ മേൽ കൈവച്ചിട്ട് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയോ കൈവെക്കുകയോ ചെയ്തില്ല. അതെ, അവർക്ക് ഓൾറെഡി അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:38 അവര് സന്തോഷിക്കുന്നുണ്ട്. 3000 പേരന്ന് സ്നാനമേറ്റു. ഫിലിപ്പോസ് പോയി സംസാരിച്ച ശമര്യരുടെ ഇടയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ എങ്കിലും അപ്പോസ്തലന്മാര് ശമര്യരുടെ അടുത്തേക്ക് വന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം ശമര്യര് യഹൂദര് ശമര്യരെ സ്വീകരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞ ഇല്ല, അവരായിട്ട് സമ്പർക്കമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഒന്നും കൂടി അത് കൺഫേം ചെയ്യണമായിരുന്നു അപ്പോസ്തലന്മാര് വന്ന് അവരുടെ മേൽ കൈവെക്കുമ്പോൾ. കാരണം ആരാണ് ഈ വരങ്ങളെ കൊടുക്കുന്നത്? ശരിക്കും അപ്പോസ്തലന്മാര് കൈവെക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഓരോരുത്തർക്കും അവന്റെ ഇഷ്ടം പോലെ വരങ്ങളെ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാര് കൈവെക്കുമ്പോൾ ഈ വരങ്ങൾ ആർക്കും ലഭിക്കുന്നില്ലെങ്കിൽ ശമര്യരെ ദൈവം സ്വീകരിച്ചു എന്നാണോ അത് കാണിക്കുന്നത്? സ്വീകരിച്ചില്ല എന്നാണോ കാണിക്കുന്നത്? ലഭിച്ചുകൊണ്ടെങ്കിൽ അത് അവരെ സ്വീകരിച്ചു, അഥവാ ഇല്ലെങ്കിൽ അവരെ സ്വീകരിച്ചില്ല. അപ്പോ ഫിലിപ്പോസിന്റെ ഈ ഒരു പ്രവൃത്തി ദൈവം സ്വീകരിച്ചു എന്നും കൂടിയുള്ള ഒരു കാര്യമാണ് അപ്പോസ്തലന്മാര് കൈവച്ചപ്പോൾ അവർക്ക് ലഭിച്ച വരങ്ങളെ കാണിക്കുന്നത്. ഇപ്പോ അവര് ഓൾറെഡി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണ്. അവർക്ക് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിച്ചു. അഥവാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനത്തിലല്ല അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിക്കുന്നെങ്കിൽ അവരത് ചെയ്യാതെ നേരത്തെ അപ്പോസ്തലന്മാരെ വിളിച്ച് കൈവെപ്പിക്കുമായിരുന്നു. പക്ഷെ അവര് സ്നാനമേറ്റാണ്, അവർക്ക് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിച്ചു. പിന്നീട് അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ പരിശുദ്ധാത്മാവ് വരങ്ങളും ലഭിക്കുന്നത്. ഇത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് പ്രത്യാശിക്കുന്നു. 2 തിമോത്തിയോസ് 1:6 നമ്മൾ കണ്ടു കഴിഞ്ഞു. പൗലോസും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്, അല്ലെ? അതെ. അത് തെളിയിക്കാൻ 2 തിമോത്തിയോസ് 1:1 വായിച്ചാൽ മതി. നിങ്ങൾ മനുഷ്യരെ അയച്ച അപ്പോസ്തലനല്ല, യേശുക്രിസ്തു അയച്ച. അപ്പോസ്തലൻ എന്നുള്ള വാക്കിന് തന്നെ ഒരു മീനിങ് ഉണ്ട്, അയക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മനുഷ്യരെ അയച്ചവരുണ്ട്, പക്ഷെ യേശുക്രിസ്തു അയച്ചവരുണ്ട്. അതായത് യേശുക്രിസ്തുവിനാൽ പ്രത്യേകം അയക്കപ്പെട്ടവര് 12 പേര് ഭൂമിയിലുണ്ടായിരുന്നു. ഭൂമിയിൽ വെച്ച് യേശു അയച്ചവര്. പിന്നെ പ്രത്യേകമായി യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞ് പൗലോസിനെ കണ്ടുമുട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പൗലോസിനെ ജാതികളിലേക്ക് അയക്കുന്ന ഒരു അപ്പോസ്തലനാണ്. 2 തിമോത്തിയോസ് 1:1 വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ, ആരുടെ അപ്പോസ്തലൻ എന്നാണ് അവിടെ പറയുന്നത്? ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്. അപ്പനും മകനും എന്നുള്ളൊരു ബന്ധം പോലെയാണ് തിമോത്തിയോസും പൗലോസും. ഈ ലേഖനത്തിൽ ഞാൻ അപ്പോസ്തലനാണെന്ന് തിമോത്തിയോസിനെ പൗലോസിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ഇല്ല. പക്ഷെ നമ്മൾ ഇന്ന് ഇത് വായിക്കുമ്പോൾ പൗലോസിന്റെ ഈ ഒരു അധികാരം മനസ്സിലാക്കണം. കാരണം കൊരിന്ത്യ സഭയോടും കൊരിന്ത്യ ലേഖനം വായിച്ചു കഴിഞ്ഞാലും കാണാം പൗലോസ് ഉറപ്പിക്കുന്നുണ്ട് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന സകല അധികാരവും ആർക്കുണ്ടായിരുന്നു? യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്ന അതേ അധികാരം തന്നെ പൗലോസ് അപ്പോസ്തലനും ഉണ്ടായിരുന്നു എന്ന് കൊരിന്ത്യ ലേഖനം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഈ പൗലോസ് ആണ് 2 തിമോത്തിയോസ് 1:6 എഴുതിയിരിക്കുന്നത്.
വായിച്ചോ. അതുകൊണ്ട് എന്റെ കയ്യൊപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് ഞങ്ങൾ കാണിക്കാനിരിക്കുന്നത്. പൗലോസ് ആരുടെ മേൽ കൈവച്ച കാര്യമാണ് പറയുന്നത്? തിമോത്തിയോസിന്റെ മേൽ പൗലോസ് അപ്പോസ്തലനാണ് കൈവച്ച് തിമോത്തിയോസിന് ലഭിച്ച കൃപാവരത്തെ ജ്വലിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ വേറൊരു പോയിന്റ് ഞങ്ങൾ പിന്നീട് സംസാരിക്കുന്നതാണ്. പക്ഷെ ഈ വരം തിമോത്തിയോസിനുണ്ട്, അപ്പോസ്തലനായ പൗലോസല്ലേ ഇത് കൊടുത്തത്? അതെ, ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പൗലോസ് അപ്പോസ്തലൻ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വിഷയം സംസാരിച്ചതാണ്. പക്ഷെ അത് വരങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 19:1 മുതൽ 6 വരെ ഒന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 6 വരെ. അതായത് യോഹന്നാൻ പ്രസംഗിച്ചിരുന്ന സ്നാനം സ്വീകരിച്ച കുറച്ച് ശിഷ്യന്മാരെ അവിടെ കാണുന്നുണ്ട് അല്ലെ? അവരോട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ഏതായിരുന്നു? പക്ഷെ അവിടെ ഇംഗ്ലീഷിൽ കാണുന്നത് into what then were you baptized? എന്തിലേക്കാണ് നിങ്ങൾ സ്നാനമേറ്റത്? അവിടെ പൗലോസ് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ, പിന്നാലെ വരുന്നവനെ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു യോഹന്നാൻ. ഇത് കേട്ടാറെ അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റത് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാനാണ്. പക്ഷെ 6-ാം വാക്യത്തിന്റെ ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ മാനിഫെസ്റ്റേഷൻ, പ്രകാശനം, പുറമെ കാണാനും കേൾക്കാനും കഴിയുന്ന കാര്യം അവിടെ സംഭവിച്ചു. ആര് കൈവച്ചപ്പോൾ മാത്രം? പൗലോസ്. അപ്പോസ്തലൻ അല്ലെ? പൗലോസ് കൈവച്ചപ്പോ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം. ഷീമോന് എന്താണ് കണ്ടത്? അപ്പോസ്തലന്മാര് കൈവച്ചത് യോഹന്നാനും പത്രോസും കൈവച്ചപ്പോ അവരും അവിടെ എന്ത് സംഭവിച്ചു? അന്യഭാഷകളിലും പ്രവചിക്കുകയും ചെയ്യുന്നത് ഷിമോൻ കണ്ടിട്ടുണ്ടാവും. ഷീമോനും കണ്ടു. നമുക്ക് അതിലേക്ക് ഒന്നും കൂടി വരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൈവച്ചതിന് ശേഷം മാത്രമാണ് ഈ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചിരുന്നവരായിരുന്നെങ്കിലും, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനം സ്വീകരിച്ചിരുന്നവരായിരുന്നെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ കേട്ടു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം അവർക്ക് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ അവർ വീണ്ടും അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നുണ്ട്. അത് ഉടനെ 6-ാം വാക്യത്തിൽ പൗലോസ് അവരുടെ മേൽ കൈവച്ചു. അവർ പ്രവചിക്കാനും അന്യഭാഷകളിൽ സംസാരിക്കാനും തുടങ്ങി. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു, വരങ്ങളെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് നേരെ അപ്പോസ്തല പ്രവൃത്തി 8-ലേക്ക് മടങ്ങി വരാം. ശമരിയരുടെ അടുത്തേക്ക് ഇവിടെ ഒരു ചെറിയ വിഷയം കൂടി നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമുക്ക് വേറൊരു കൺഫ്യൂഷനും വരാം. ഇപ്പൊ ഞാൻ അപ്പോസ്തലനായ പൗലോസാണ് അല്ലെങ്കിൽ പത്രോസാണ്. ഞാൻ ഈ ഒരു വ്യക്തിയുടെ മേൽ കൈവച്ചു. ഇത് ഫിലിപ്പോസ് ആണെന്ന് വിചാരിച്ചു. ഈ ഫിലിപ്പോസിന് പോയി വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8 വീണ്ടും സോൾവ് ചെയ്യാൻ പോണത്. ഓക്കെ, അതായത് അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ ഈ വരങ്ങളെ ലഭിച്ച വ്യക്തിക്ക് വേറൊരാൾക്ക് കൊണ്ടുപോയി ഈ വരം കൊടുക്കാമോ, അല്ലെങ്കിൽ വേറെ വരം കൊടുക്കാമോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ലേ? ബൈബിളിൽ പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:18-19 പറയണത് ഇതാണ്: അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് ആര് പറഞ്ഞു? ശീമോൻ പറഞ്ഞു. അപ്പൊ തന്നെ പത്രോസ് എന്ത് ചെയ്തോ? ഇങ്ങനെ ചെയ്തോ? എന്നാ ഞങ്ങൾക്ക് ഇത് ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, നിനക്കും ഈ അധികാരം തരുന്നു, നീയും പോയി എല്ലാവർക്കും പോയി വരം കൊടുക്കാനാണോ പറയുന്നത്? പത്രോസ് അവിടെ പറയുന്നുണ്ട് 20-ാം വാക്യത്തിൽ, പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമോഹരിയില്ല. ഏത് കാര്യത്തിൽ? ഈ പരിശുദ്ധ വരം. ഈ വരം ആർക്ക് കൊടുക്കണില്ല? അപ്പോസ്തലന്മാര്. ശീമോന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ശീമോൻ എന്നേക്കും നശിച്ചു പോയോ? ഇല്ല. 22-ാം വാക്യത്തില്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഓൾറെഡി ആരാണ് ശീമോൻ? ഒരു ക്രിസ്ത്യാനിയാണ്. പാപങ്ങളെ ക്ഷമിച്ചു കിട്ടിയതാണ് സ്നാനത്തിൽ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ അധിവസിക്കുന്ന ഒരു വ്യക്തിയാണ് ശീമോൻ. പക്ഷേ ശീമോന് വരങ്ങളെ കിട്ടിയില്ല. ആര് കൊടുത്തില്ല? അപ്പോസ്തലന്മാര് കൊടുത്തില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അപ്പോ
നമുക്കിവിടെ വ്യക്തമാണ്. ശീമോൻ ചെയ്തത് അപ്പോസ്തലന്മാരുടെ അടുത്താണ് ഈ ഒരു പണം കൊണ്ട് കൊടുത്തത്, അല്ലാതെ ഫിലിപ്പോസിന്റെ അടുത്താണ് കൊടുത്തത്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ വരുന്നതിന് മുമ്പ് ഫിലിപ്പോസ് എല്ലാവർക്കും വരങ്ങളെ കൊടുത്തു തുടങ്ങിയോ? ഇല്ല. ഫിലിപ്പോസിന് അതിന്റെ കഴിവുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരെ യെരൂശലേമിന് വരേണ്ട ആവശ്യമില്ല. അതെ. ഫിലിപ്പോസ് കൈവച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ അതെ. അപ്പോസ്തലന്മാരെ എത്തുമ്പോഴത്തേക്ക്? അതെ. പിന്നെ ഒരു കാര്യം കൂടി കാണാം, ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ഇന്നലെ മിഥുൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നീ ഈ വഷളത്വം, ശീമോനോട് പറയുന്നത്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ശീമോൻ പ്രാർത്ഥിച്ച ആര് കേൾക്കും? ദൈവം കേൾക്കും. കാരണം അവൻ ഓൾറെഡി ക്രിസ്ത്യാനിയാണ്. പാപമോചനവും പരിശുദ്ധാത്മാവും ഉള്ളിൽ വസിക്കുന്നവനാണ്. കാരണം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പക്ഷെ ശീമോൻ എന്ത് ചെയ്യാം? 1 യോഹന്നാൻ 1:9 പ്രകാരം ദൈവത്തോട് ഏറ്റുപറയാം അവന്റെ തെറ്റ്. അത് പത്രോസ് അവനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ. പക്ഷെ ഫിലിപ്പോസിന് ഈ ഒരു വരങ്ങളെ കൊടുക്കാനായിട്ടുള്ള, അതായത് അപ്പോസ്തലനായ ഫിലിപ്പോസ് അല്ല, ഇവിടെ ശമര്യരുടെ അടുത്ത് വരുന്ന ഈ ഒരു ഫിലിപ്പോസിന് വരങ്ങളെ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വേറൊരു എക്സാമ്പിളും കൂടി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണന്റെ അടുത്ത് പോകുന്നുണ്ട്. എത്യോപ്യക്കാരനായ ഷണ്ണന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം, നേരത്തെ ചെയ്ത വീഡിയോസിൽ ഈ ഒരു എക്സാമ്പിളുകളൊക്കെ പറയുന്നുണ്ട്. ഷണ്ണനോട് ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി 35-ാം വാക്യത്തിൽ. നിങ്ങളത് മുഴുവൻ വായിച്ചു നോക്കുക, ഞങ്ങളത് മുഴുവൻ വായിക്കുന്നില്ല. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പൊ സുവിശേഷം അറിയിച്ച ഷണ്ണൻ, അതായത് ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചുള്ളൂ യേശുക്രിസ്തുവിനെ കുറിച്ച്. ഷണ്ണൻ തന്നെ ആവശ്യപ്പെടുകയാണ്, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? ഫിലിപ്പോസ് എന്ത് പറഞ്ഞു? 37. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർന്നിർത്താൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഫിലിപ്പോസ് പോയി കൈവച്ചു ഉടനെ? ഇല്ല. കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ കണ്ടില്ല. എങ്കിലും ഷണ്ണൻ അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. കാരണം അവന് ഓൾറെഡി പാപമോചനവും അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പക്ഷെ വരങ്ങൾ ലഭിച്ചോ? ഇല്ല. കാരണം എന്താണ്? ഫിലിപ്പോസ് ആരല്ല? അപ്പോസ്തലനല്ല. അല്ലാതിരിക്കെ ഫിലിപ്പോസിന് ഇതിനുള്ള അധികാരമില്ല. ഷണ്ണന് വരം കൊടുത്തില്ല. അപ്പൊ നമുക്കിത് ഒന്നുകൂടി ഉറപ്പിച്ചു കിട്ടണേണ്. പത്രോസും യോഹന്നാനും ശമര്യരുടെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വരങ്ങളെ അവർക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ ദൈവം അവരെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാകിയില്ലായിരുന്നു. പിന്നെ ഫിലിപ്പോസ് ഈ ഷണ്ണന്റെ അടുത്ത് വരങ്ങളെ കൊടുക്കാനായിട്ടുള്ള അധികാരമില്ലായിരുന്നു. അപ്പോ ഫിലിപ്പോസിന് ഈ വരങ്ങളെ ഏത് അധ്യായത്തിലാണ് കിട്ടിയത്? അപ്പോസ്തല പ്രവൃത്തി 6:5. അതെ, 6:5 വായിച്ചു കഴിഞ്ഞാൽ കാണാം, സ്റ്റേഫാനോസിന്റെ എല്ലാം കൂടെ ഫിലിപ്പോസിന് ഈ വരം കൊടുക്കുന്നുണ്ട്. ഫിലിപ്പോസ് ശമര്യരുടെ അടുത്ത് പോയി ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഫിലിപ്പോസിന് ഈ വരങ്ങളെ വേറൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങളത് വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയല്ലേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവ് അന്ന് ഈ രീതിയിലാണ് പ്രവർത്തിച്ചത്. അതെ. അപ്പോ ഇന്നും ഏത് രീതിയിലേക്കും പ്രവർത്തിക്കാം? അതേ രീതിയിലേക്ക്. ഒരിക്കലും പരസ്പര വിരുദ്ധമായിട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോണില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. 2 തിമോത്തിയോസ് 1:6 ഒന്നും കൂടി പോവാം. ഇവിടെ വേറൊരു വിഷയം കൂടി നമുക്ക് സോൾവ് ചെയ്യാനുണ്ടല്ലേ. ഓക്കെ, നമ്മൾ 2 തിമോത്തിയോസ് 1:6 ഒന്ന് വായിക്കാം. അതുകൊണ്ട് എന്റെ കയ്യൊപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ദൈവത്തിന്റെ കൃപ, അതായത് ആത്മാവിന്റെ കൃപാവരം കൊടുത്തത് പൗലോസ് അപ്പോസ്തലനാണെങ്കിലും അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്? തിമോത്തിയോസിന്റെ കയ്യിൽ തന്നെയാണ്. അത് ജ്വലിപ്പിക്കാനും ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും കുറച്ച് ഉപയോഗിക്കാനും എല്ലാം ആർക്ക് അധികാരമുണ്ട്? തിമോത്തിയോസിന് അത് അധികാരം. നമുക്കൊന്നും കൂടി തെളിയിച്ചു തരാൻ 1 കൊരിന്ത്യർ 13-14 അധ്യായങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഈ കൊരിന്ത്യ സഭയിൽ വരങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നു. കാരണം അവരത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ അവരത് അതായത് ഞങ്ങൾക്ക് വലിയ പവർ ഉണ്ട്, ഞങ്ങൾക്ക് അന്യഭാഷയുണ്ട്, ചിലവർ കാണിക്കും, ഞങ്ങൾക്ക് പ്രവചനവരമുണ്ട്, ഞങ്ങളുടെ വരമാണ് വലുത് എന്നൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ പൗലോസ് അവർക്ക് കുറെ ക്രമമായിട്ട് ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ആ ഒരു വരങ്ങൾ, ദൈവം കൊടുക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ, അന്ന് പുതിയ നിയമം എഴുതാതിരിക്കുക അവർക്ക് അതുമാത്രം ഉണ്ടായിരുന്നുള്ളൂ പ്രവർത്തിക്കാനായിട്ട്. ആ വരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം പൗലോസ് ഇവിടെ വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. 1 കൊരിന്ത്യർ 13-14 അധ്യായങ്ങൾ. പക്ഷെ നമുക്ക് 1 കൊരിന്ത്യർ 14:26 മുതൽ 33 വരെ അവരെ കുറച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് പൗലോസ്.
നമുക്കൊന്ന് വായിക്കാം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. 26 പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. വിവേചിക്കുക എന്ന് പറയുമ്പോ ഈ പ്രവാചകന്മാര് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ, അസത്യമാണോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ചിന്തകള് ഷോ കാണിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് വിവേചിച്ചറിയാനായിട്ടുള്ള ആത്മാക്കളുടെ വിവേചനപരമുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട്. വിവേചിക്കുകയും ചെയ്യട്ടെ എന്നവിടെ പറയുന്നത്. 30-ാം വാക്യം, ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. ഓരോരുത്തരായിട്ട് പ്രവചിച്ചോട്ടെ. 32-ാം വാക്യം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വാക്യമാണ്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അപ്പൊ തിമോത്തിയോസിനോട് പറഞ്ഞു, നിന്റെ വരം ജ്വലിപ്പിക്കുക, ഉപയോഗിക്കുക കുറെ കൂടി. പ്രവാചകന്മാരുടെ ആത്മാക്കൾ ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു? പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അതെ. എന്നാൽ പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവരെന്താണ് ചെയ്തത്? സ്വയം കൺട്രോൾ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ശൗൽ രാജാവ് ഡ്രസ് പോലും ഇല്ലാതെയാണ് പ്രവചിച്ചത്. പിന്നെ സക്രിയാവ്, യോഹനാന്റെ അച്ഛൻ, അതെ, യോഹനാന്റെ അപ്പൻ സക്രിയാവ് അവിടെ ഒരുപാട് കാലം ഊമയായിട്ടിരുന്നു. അതായത് ദേവാലയത്തിൽ വെച്ച് ദൂതൻ അവനോട് പറഞ്ഞു, നീ ഇത് വിശ്വസിക്കായികയാൽ കുട്ടി വരുന്നത് വരെ നീ സംസാരിക്കില്ല. യോഹന്നാന് പേരിടാൻ പോയപ്പോൾ സെക്കരിയാവ് വാ തുറന്നു പ്രവചിക്കാനാണ് ഉണ്ടായത്. സെക്കരിയാവ് അത് നിയന്ത്രിക്കുന്നില്ല. പിന്നെ ഒരു പുരോഹിതനുണ്ടായിരുന്നു, യോഹന്നാൻ 11:49 തുടങ്ങി നിങ്ങളത് വായിച്ചു നോക്കിയാൽ അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട് യേശുവിനെ കുറിച്ചൊരു പ്രവചനം ഈ ഒരു മഹാപുരോഹിതൻ പറയുന്നതാണ്. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. കയ്യഫാവ് ശരിക്കും പറഞ്ഞ ഒരു നല്ല വ്യക്തിയായിരുന്നോ? അല്ല. യേശുവിനെ ക്രൂശിക്കാനായിട്ട് മുൻപ് നിന്ന ഒരാളാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് നല്ലൊരു കാര്യമല്ലേ ഇത്, പ്രവചനമാണ് പറയുന്നത്. പക്ഷെ അത് അവൻ സ്വയമായിട്ട് പറഞ്ഞതല്ല, പ്രവചിച്ചതത്രേ. അപ്പൊ ആരുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു പഴയ നിയമത്തിലെ ആ ഒരു ആത്മാവ് അവരുടെ മേൽ വരുമ്പോൾ? അവരുടെ നിയന്ത്രണത്തിലല്ല, അവരെ ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. പക്ഷെ പുതിയ നിയമ പ്രവാചകന്മാരെ സംബന്ധിച്ചു നോക്കുമ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? അവർക്ക് തന്നെ അവരിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റും. നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ പൗലോസ് എന്തിനാണ് അന്യഭാഷ പറയുന്നവരോട് പറയുന്നത്? അതായത് ഓരോരുത്തരായിട്ട് സംസാരിക്കും. നിയന്ത്രിക്കാൻ പറ്റൂല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ പറ്റുമോ? പറയോ? പിന്നെ ഭാഷ, അതായത് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? മിണ്ടാതിരിക്കാൻ. അതായത് നിയന്ത്രണം ഇല്ലാതെ പറയാനാണെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയോ? കാരണം നിയന്ത്രണം ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പറഞ്ഞു പോകൂലേ? വ്യാഖ്യാനിക്കാൻ ആളുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞു പോകൂലേ? പക്ഷെ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ മിണ്ടാതിരിക്കാനോടെ പറയുന്നുണ്ട്. അപ്പൊ 1 കൊരിന്ത്യർ 14 നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അന്യഭാഷക്കാരോടും ഇത് തന്നെയാണ് പറയുന്നത്, പ്രവചിക്കുന്നവരോടും എന്താ പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആ ഓർഡർ വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ അവനവന് കീഴ്പ്പെട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ പ്രവചിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പ്രവചിക്കുക. പിന്നെ മറ്റൊരുത്തന് വെളിപ്പാടുണ്ടായാൽ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നവൻ മിണ്ടാതിരിക്കട്ടെ, ഇവൻ അത് പറയട്ടെ. പിന്നെ 33-ാം വാക്യം വളരെ വ്യക്തമാണ്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. ദൈവം എത്ര ക്ലിയർ ആയിട്ടാണ്. ആളുകൾ ഇത് വായിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവം കൊടുത്ത ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച്, കലക്കത്തിന്റെ ദൈവം ആരാണ്? പിശാചാണ് കൺഫ്യൂഷന്റെ ദൈവം. പക്ഷെ ദൈവം സമാധാനത്തിന്റെ, ബൈബിളിലെ ദൈവം സമാധാനത്തിന്റെ, ക്രമത്തിന്റെ ദൈവമാണ്, ഒരിക്കലും കലക്കം ഉണ്ടാക്കുന്ന ഒരാളല്ല. അപ്പൊ ഇത് നമുക്ക് വളരെ വ്യക്തമാക്കിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇപ്പൊ 1 കൊരിന്ത്യർ 12:10 വേറൊരു പോയിന്റും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ്. മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ. അവിടെ തന്നെ വ്യക്തമാണ്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പലവിധ ഭാഷകൾ, മറ്റുള്ളവർക്ക് മനസ്സിലാകാനും വേറൊരാൾക്ക് വ്യാഖ്യാനിക്കാനും പറ്റുന്ന ഒരു ഭാഷ. അതായത് ലോകത്തിലെ ഒരു ഭാഷയാണ്, ഒരു ഭാഷയല്ല, ലോകത്തിലുള്ള പല ഭാഷകളാണ്. അത് ദൈവം കൊടുത്തത് ദൈവത്തിന്റെ വചനം
എല്ലായിടത്തേക്കും അറിയിക്കാനാണ്. അപ്പോ 1 കൊരിന്ത്യർ 14:28 കാണാം, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. കാരണം വ്യാഖ്യാനിക്കാൻ ഒരാളില്ലെങ്കിൽ അന്യഭാഷകൾ കൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ എനിക്ക് ജർമ്മൻ ഭാഷ കൊണ്ട് നിങ്ങളോട് മലയാളികളോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് ജർമ്മൻ ഭാഷ അറിയാം, മിഥുനും ജർമ്മൻ ഭാഷയും അറിയാം, അതുപോലെ മലയാളവും അറിയാമെങ്കിൽ ജർമ്മൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജിമ ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. പക്ഷെ ആത്മാവിന്റെ വരം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് വ്യാഖ്യാന വരം ഉണ്ടെങ്കിൽ ഈ ഭാഷ അറിഞ്ഞില്ലെങ്കിലും ആ വരത്തിന്റെ പവറിനാൽ ഈ വ്യക്തിക്ക് ജർമ്മൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ ദൈവമാണ്, അല്ലാതെ കലക്കത്തിന്റെ ദൈവമല്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ പഠിക്കുകയാണ്. പിന്നെ കൊരിന്ത്യ സഭയില് 1 അധികം ഭാഷകളുള്ള ആൾക്കാരുണ്ട്. അവിടെ ഇപ്പോ യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്. അപ്പോ ഒരു വ്യക്തി ഒരു വേറെ ഭാഷയിൽ സംസാരിക്കുന്നത് പറയാ, യവന ഭാഷയിൽ സംസാരിക്കുന്നത് അവന്റെ അന്യഭാഷയുടെ ആ ഒരു കഴിവുണ്ട്. പക്ഷേ ഇത് വ്യാഖ്യാനിക്കാൻ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അഥവാ ഇനി ആ വ്യക്തിക്ക് ആ ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തന്നോടും ദൈവത്തോടും സംസാരിക്കുക. അവനിക്ക് തന്നെ ഒരു പ്രചോദനം ഉണ്ടാക്കുക. കാരണം ആ വ്യക്തിക്ക് ഇത് മനസ്സിലാവും, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പിന്നെ ദൈവത്തിന് ഇത് മനസ്സിലാവില്ലേ? പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മനസ്സിലാവും. ദൈവത്തിന് എല്ലാ ഭാഷകളും അറിയാം. കാരണം ബാബേൽ ഗോപുരത്തിൽ വെച്ച് ഈ ഭാഷകളൊക്കെ ചിഹ്നിച്ചു കളഞ്ഞത് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളുകളിലൂടെയും തിമോത്തിയോസിന്റെ എക്സാമ്പിളിലൂടെയും 2 തിമോത്തിയോസ് 1:6 വായിച്ചത് ആ ഒരു വരത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിൽ തന്നെയാണ്? അപ്പോഴും ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ, ആ വരമുള്ള വ്യക്തിയുടെ കയ്യിൽ തന്നെ. അന്യഭാഷകളും പ്രവചനവരങ്ങളും എല്ലാം ഇന്ന് ലോകത്തിൽ പലവിധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ ലഭിച്ചതൊന്നുമല്ല, അതെങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ ബൈബിൾ പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വരങ്ങൾ ആരിനാൽ മാത്രമേ ലഭിക്കുള്ളൂ? അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ. അതെ. അഥവാ നിങ്ങൾക്ക് ഇപ്പോ വരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരെ കൊണ്ടുവരണം. അതെ. പക്ഷെ ഇപ്പോ അപ്പോസ്തലന്മാരെല്ലാം മരിച്ചു. അതെ. അപ്പോസ്തലന്മാരാരെങ്കിലും കൊണ്ടുവന്നാൽ മതി. പത്രോസിന്റെയോ യോഹന്നാന്റെയോ പൗലോസിന്റെയോ ഒക്കെ കൈവെപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരങ്ങളുള്ള സന്തോഷമല്ലേ, നല്ല കാര്യം അല്ലേ? പക്ഷെ ദൈവം അങ്ങനെയല്ല സെറ്റ് ചെയ്തത്, വരങ്ങൾ നിന്നുപോയി. അത് നമ്മൾ വേറൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ വരങ്ങളുടെ അവസാനം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനപ്രകാരം പഠിക്കാം. അതിനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി, ആളുകൾക്ക് വേണമെങ്കിൽ 10,000-കണക്കിന് സാക്ഷ്യങ്ങളൊക്കെ പറയാം. എനിക്ക് അന്യഭാഷ പറയാൻ പറ്റി ഈ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രവചിക്കാൻ പറ്റി, ഇതൊന്നും എനിക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ സാധ്യമല്ല എന്നൊക്കെ പറയും സാക്ഷ്യങ്ങൾ. പക്ഷെ 10,000-കണക്കിന് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കാൻ പോണ സാക്ഷ്യം ഒരേ ഒരു സാക്ഷ്യമായിരിക്കും, പുതിയ നിയമത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. അതായത് പത്രോസ് പറയണതും പൗലോസ് പറയണതും പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പുതിയ നിയമ രചയിതാക്കൾ, പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച വ്യക്തികൾ പറഞ്ഞ സാക്ഷ്യമാണ് ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്. നിങ്ങളും അത് വിശ്വസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ലോകത്തിലുള്ള ഇതൊക്കെ ഈ വരങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറയുന്ന ആളുകളെ വിശ്വസിക്കുന്നതല്ല ഏറ്റവും നല്ല കാര്യം. അത് മണ്ടത്തരമാണ്. പല ആൾക്കാരും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പാടുണ്ടെങ്കിൽ എന്നോട് പറ, അതേപോലെ എനിക്ക് എന്തെങ്കിലും വെളിപ്പാടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടും പറയാം. ചിന്തിച്ചു നോക്ക, ബൈബിള് ദൈവത്തിന്റെ ഫുൾ റെവലേഷൻ ആണ്. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പാട് വേണമെങ്കിൽ നേരെ ബൈബിള് വായിക്കാം. അതെ, ബൈബിളിലുണ്ടാവും. ബൈബിളിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒരു വ്യക്തി കൊടുക്കേണ്ടത്. കാരണം ഇന്ന് ബൈബിൾ വളരെയധികം ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. ശലോമോന്റെ കാലത്തെ വെള്ളി പോലെ. ശലോമോന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു, കാരണം അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം ബൈബിൾ എല്ലാവരുടെയും കൈകളിൽ ഫോണിലെല്ലാം തന്നിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അതിനുള്ള വാല്യൂ ഇല്ല. അവര് അതെടുത്ത് പൊടി തുടച്ചു വെക്കുന്നുണ്ടാവാം, അറിയില്ല. പക്ഷെ അത് പൊടി തുടച്ചു വെക്കാനോ അല്ലെങ്കിൽ ഷോക്കേസിൽ പൊതിഞ്ഞു വെക്കാനോ ഉള്ളതല്ല. അത് വായിക്കാനും ദൈവത്തിന്റെ സത്യങ്ങളെ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ് ദൈവം ബൈബിള് എഴുതിപ്പിച്ചത് ആളുകളെ കൊണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്ത ഭാഷകൾ, എത്ര അധികം ഭാഷകളിലേക്ക് ഏറ്റവും അധികം ആളുകൾ സെല്ല് ചെയ്തിരിക്കുന്ന ബുക്കും ബൈബിളാണ്. വിൽക്കപ്പെട്ടിരിക്കുന്ന ബുക്കും, ഇതെല്ലാം ഏറ്റവും അധികം നശിപ്പിക്കാൻ ശ്രമിക്കപ്പെട്ടിരിക്കുന്ന ബുക്കും ബൈബിളാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ബൈബിളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ്
പ്രവർത്തിച്ചത്. ഇതാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇന്ന് ഈ വരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ, അവർക്ക് ഈ വരങ്ങൾ, പ്രവചനവരം, ഹീലിംഗ്, എനിക്ക് ഭാഷാവരമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തികൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ അവര് ഏറ്റവും ഇറ്റേണൽ ലൈഫ് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് പാപമോചനം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുമ്പസരിച്ചാൽ മതി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ചിലവർ പറയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചാൽ ദൈവം പാപമോചനം നൽകും. ഇല്ല, ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതെ. പിന്നെയും ചിലവർ പറയും യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങളെ രക്ഷിക്കപ്പെടാൻ. അങ്ങനെയാണോ ബൈബിൾ പറയുന്നത്? ബൈബിളില് അത് മാത്രമായിട്ടല്ല പറയുന്നത്. ബൈബിൾ ഒരു പസിൽ പോലെയാണ്. വിശ്വസിക്കണം, പിന്നെ മാനസാന്തരപ്പെടണം, വായോടെ ഏറ്റുവരണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. സ്നാനമേൽക്കുക, അതായത് യേശു പറയണതല്ലേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാതെ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവൻ സ്നാനമേൽക്കുന്നല്ല. അപ്പൊ ഈ വരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണവര് ഈ കാര്യങ്ങളിലൊക്കെ തെറ്റിപ്പോയാല് ശരിക്കും ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വരങ്ങളെ ലഭിച്ചു എന്ന് പറയണത്? അല്ല. ഇപ്പോ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങളൊരു വീഡിയോ ഇട്ട് ഹോളി റോഡസ്, അവരെന്താ ചെയ്യുന്നത്, അവർക്ക് വരങ്ങൾ ലഭിച്ച് ഒരു നിയന്ത്രണം ഇല്ലാതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഉരുണ്ട്. പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത്, അവർക്കുള്ള ഒരു ആത്മാവിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ, ഇതുവരെ ആ ഒരു വരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നിത്യമായ വിലയുള്ളതാണ്. അതായത് നമ്മുടെ നിത്യജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ ഇത് തെറ്റായി മനസ്സിലാക്കിയാൽ? സാധ്യതയുള്ളതാണ്. ഇന്നൊരു വ്യക്തിക്ക് ദൈവം പറയേണ്ട കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനായി ഒരു വെളിപ്പാട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഓരോ വ്യക്തിയുടെ കയ്യിലും ബൈബിൾ ഉണ്ട്. 2 പത്രോസ് 1:3 ഒന്ന് വായിച്ചു നോക്കാം. ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ദൈവം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഒരു വ്യക്തിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇന്ന് ദൈവം നൽകിയിരിക്കുന്നു. ഇനി നിങ്ങളൊരു വെളിപ്പാട്, ഇപ്പോ രക്ഷ, അത് ബൈബിളിൽ പറയുന്ന പോലെ തിരഞ്ഞെടുക്കാതെ വെളിപ്പാടും അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എവിടെ എത്തും? നിത്യമായ നാശത്തില്. ദൈവം ഇന്നൊരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ബൈബിൾ നൽകിയിരിക്കുന്നു. അതിൽ വായിക്കുക, പസില് പോലെ എല്ലാം ചേർക്കാം. വിശ്വസിക്കാൻ മാത്രം എന്നുള്ള ഒരു പസിൽ എടുത്തിട്ട് ഇത് ചെയ്താൽ രക്ഷ പ്രാപിക്കുന്നു ഒരിക്കലും പറയരുത്. ഇതെല്ലാം കൂട്ടിച്ചേർത്തി കഴിഞ്ഞാല് ഒരു വ്യക്തമായ പിക്ചർ കിട്ടും. അല്ലാതെ നമ്മുടെ വികാരങ്ങളാണോ നമ്മളെ രക്ഷിക്കാൻ പോണത്? അല്ല. അല്ലെങ്കിൽ ഫീലിങ്സ് ഒന്നുമല്ല നമുക്ക് ഈ കാര്യങ്ങൾ, എനിക്കിത് ലഭിച്ചോ എന്ന് നമുക്ക് ഫീലിംഗ് കൊണ്ടല്ല മനസ്സിലാക്കുന്നത്. ബൈബിളിൽ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ട് ലഭിക്കും. നമ്മൾ ബൈബിൾ അനുസരിച്ചാൽ, സുവിശേഷം അനുസരിച്ചാൽ, ആത്മാവിന്റെ വരത്തെ കുറിച്ച് എന്താണോ പറയുന്നത്, അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ മാത്രം ലഭിക്കും എന്നുള്ളതാണെങ്കിൽ അത് മാത്രം അങ്ങനെ ദൈവം നൽകുള്ളൂ. അല്ലാതെ ഇന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ വരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം കള്ളനാണെന്നാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ വചനം ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത് വിശ്വസിക്കുക, അത് അനുസരിക്കുക. കാരണം ദൈവം കൺഫ്യൂഷന്റെ ദൈവമാണോ? അല്ല. പിന്നെ അത് മാത്രമല്ല, ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് എത്രയോ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെ, ലോകത്തിൽ എത്രയോ പേര് ഇതിന്റെ പുറകെ പോകുന്നുണ്ട്. വചനത്തിലേക്ക് നോക്കാതെ ഈ പ്രവർത്തിക്കുന്ന അന്യഭാഷകളും വീര്യപ്രവൃത്തികളും ഹീലിംഗും പ്രവചനവും ഇതിന്റെയൊക്കെ പുറകെ പോകുന്ന ആൾക്കാരുടെ പുറകെയാണ് ആളുകൾ പോണത്. അല്ലെ, അതെ. നമ്മൾ എത്രമാത്രം കെയർഫുൾ ആണ്. നമ്മുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, ഇതിന്റെ എല്ലാം പുറകെ പോകുന്നത്. കാരണം മത്തായി 7:22 കാണാം. അന്ന് നിങ്ങൾ എന്നോട് പറയും, അല്ലെ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കാരണം ദൈവം യേശുക്രിസ്തു വാൺ ചെയ്ത ഒരു കാര്യമാണത്, മുന്നറിയിച്ചൊരു കാര്യമാണത്. നമ്മള് ന്യായവിധി ദിവസത്തിൽ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ആരാണത്? ഇതൊക്കെ ദൈവം കൊടുത്ത രീതിയിൽ അല്ലാതെ വേറെ രീതിയിൽ എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നവരാണിത്. 23 ദൈവം കൊടുത്താണെങ്കിൽ ദൈവം അവരോട് ഇങ്ങനെ പറയുമോ? ശരിക്കും 23 അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. നിങ്ങൾക്കിത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ലോകത്തിൽ ഒരുപാട് മില്യൺസ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിന്റെ എല്ലാം പുറകെ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിശാചാണ് അതിന്റെ പുറകെ.
നമ്മൾ അതിലൊരാളായി പോകരുത്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു.